ഇന്നലെ മുതൽ സംസ്ഥാനത്തെമ്പാടും പ്രാദേശിക നേതാക്കൾ, CITUവിന്റെ നേതാക്കൾ, ആശാവർക്കർമാരുടെ വീടുകൾ കയറി നിങ്ങൾ ഈ സമരത്തിൽ പോകരുതെന്നും ഞങ്ങൾക്ക് ജോലി വാങ്ങിത്തന്ന നിങ്ങളാണെന്നും അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആശമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ ഇറങ്ങി CITU. വേതനം കൂട്ടാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ ഉപരോധം. CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ. ആരോഗ്യമന്ത്രിയുടെ വക്കീൽ നോട്ടീസിന് സമര നേതാക്കൾ മറുപടി നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വൃക്കകളെ ബാധിച്ച അണുബാധ ഭേദപ്പെട്ടെന്ന മെഡിക്കൽ റിപ്പോർട്ട്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ടു. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം തിരിച്ചടിക്കുന്നു. രണ്ടാം ദിവസം വിദർഭയുടെ 5 വിക്കറ്റുകൾ വീഴ്ത്തി. മലയവറിന്റെ സെഞ്ചുറി കരുത്തിൽ വിദർഭയുടെ സ്കോർ 300 കടന്നു.